നമസ്തേ. ഒരു കഥ പറയാം. ഒരു വിറക് വെട്ടുകാരൻ്റെ കഥയാണ്. അയാൾ എല്ലാ ദിവസവും രാവിലെ കാട്ടിൽ പോയി വിറക് വെട്ടി മടങ്ങിയെത്തി അത് വിറ്റ് ഉപജീവനം കഴിക്കുന്ന ആളാണ്. ഒരു ദിവസം അയാൾ കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു സ്വാമി ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നു. സ്വാമി ഇയാളെ കണ്ടതും അയാളോട് ചോദിച്ചു, ഇപ്പൊ ജീവിക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അയാൾ പറഞ്ഞുണ്ട്. സ്വാമി പറഞ്ഞു, ദാ അവിടെ നിൽക്കുന്ന മരം കണ്ടോ, അതിന്റെ ചുവടൊന്ന് കിളച്ചു നോക്കാം. അയാൾ ആ മരത്തിന്റെ ചുവട് കിളച്ചപ്പോൾ അയാൾക്ക് നിറയെ ഇരുമ്പ് കിട്ടുന്നു. അയാൾ അതുമായിട്ട് പോവാണ്. ആ ഇരുമ്പ് കട്ടകളുമായി അയാൾ പോയി അത് വിൽക്കുന്നു. കുറെ പൈസ കിട്ടി. അയാളുടെ വലിയ ദാരിദ്ര്യം മാറി. കുറച്ച് ദിവസം അയാൾ വിറക് വെട്ടാൻ പോയില്ല, പക്ഷെ പൈസ തീർന്നു. വീണ്ടും അയാൾ പോയി. അയാൾ വീണ്ടും ചെല്ലുമ്പോൾ ഈ സ്വാമിയെ കാണുന്നു. സ്വാമി പഴയ ചോദ്യം ചോദിക്കുന്നു. വേണമെന്ന് അയാൾ പറയുന്നു, മാറ്റം വേണം. സ്വാമി പറഞ്ഞു, ദാ ഇവിടെ നിൽക്കുന്ന മരം കണ്ടോ, അതിന്റെ ചുവടുകളൊക്കെ നിറയെ വെള്ളി കിട്ടി. ആ വെള്ളിക്കട്ടികൾ അയാൾ കൊണ്ട് വെക്കുന്നു. കുറെ അധികം പൈസ കിട്ടി. വീടൊക്കെ അത്യാവശ്യം ഒന്ന് രൂപമൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. പൈസ തീർന്നു. അയാൾ വീണ്ടും കാട്ടിലേക്ക് പോയി. അപ്പോഴും സ്വാമി പഴയ ചോദ്യം, ഇപ്പൊ ജീവിക്കുന്നതിലും നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഏത് മനുഷ്യനാ വേണ്ടെന്ന് പറയാം? വേണം. അപ്പൊ സ്വാമി പറഞ്ഞു, ദേ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ മരം കണ്ടോ, അതിന്റെ ചുവട് കളച്ചോ. അതിന്റെ ചുവട് കളച്ചപ്പോൾ നിറയെ സ്വർണ്ണക്കട്ടികൾ. അയാൾ അതുമായിട്ട് വീട്ടിലേക്ക് പോവാണ്. പിന്നെ അയാൾക്ക് ഒരിക്കലും കാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമേ ഇല്ല. അത്തരത്തിൽ അയാൾ സമ്പന്നനായി, ഒരു ചക്രവർത്തിയെ കണക്ക് അയാൾ ജീവിക്കാൻ. എന്നാൽ അയാളുടെ മനസ്സിലൊരാഗ്രഹം, ഒന്നുകൂടെ പോയി നോക്കിയാലോ. അയാൾ വീണ്ടും പോയി. അവിടെ എത്തിയപ്പോൾ ആ സ്വാമി വീണ്ടും അവിടെ തന്നെ മഞ്ഞും മഴയും കാറ്റും വെയിലും കൊണ്ട് അവിടെ ഇരിപ്പണം. അപ്പോഴും സ്വാമി ചോദിച്ചു, ഇപ്പൊ ജീവിക്കുന്നതിലും കുറെ കൂടി നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, ഉണ്ട്. സ്വാമി മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഇരിക്കുന്ന മരത്തിന്റെ ചുവടൊന്ന് കിളച്ചു നോക്കിക്കോളാം പറഞ്ഞു. അയാൾ അത് കിളച്ചു നോക്കിയപ്പോൾ നിറയെ വജ്രക്കല്ലുകൾ. അയാൾ അതുമായിട്ട് തിരിച്ചു പോവാണ്. പക്ഷെ അതുമായിട്ട് തിരിച്ചു ചെന്നിട്ട് അയാൾക്ക് ഉറക്കം വരുന്നില്ല. രാത്രിയിൽ കിടന്നിട്ട് അയാളുടെ ഉറക്കം പോയി. എന്താണെന്നറിയോ? അയാളുടെ തലയിൽ ഒരു തീ പിടിച്ച ചിന്ത വരികയാണ്. സിദ്ധാർത്ഥകുമാരന് ശുദ്ധോധന മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കിടന്നിട്ട് ഉറക്കം വരാതിരുന്നത് പോലെ മോശ എന്ന ചെറുപ്പക്കാരന് ഫറവോയുടെ കൊട്ടാരത്തിൽ കിടന്നിട്ട് ഉറക്കം വരാതിരുന്ന പോലെ ഇയാൾക്ക് ഉറക്കം വരുന്നില്ല. എന്താ പറ്റി? അയാൾ വിചാരിച്ചു, എനിക്കിപ്പോൾ ഉള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ കാരണമായ സ്വർണവും വെള്ളിയും വജ്രവും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും ആ സ്വാമി എന്തുകൊണ്ടാണ് അതൊന്നും എടുക്കാതെ കാറ്റും മഴയും മഞ്ഞും വെയിലും കൊണ്ട് ആ കാട്ടിനുള്ളിൽ തന്നെ കഴിയുന്നത്? അപ്പൊ ഇതിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു ആനന്ദം അയാൾക്ക് അവിടെ കിട്ടുന്നുണ്ടോ? അതെന്താണ്? അതിനയാൾ വീട് വിട്ടിറങ്ങി എന്നാ പറയാ. ശരിക്കും വീട് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിടാനുള്ളത്, വിട്ട് കളയാനുള്ളതെന്നാണല്ലോ. നിത്യവും അനിത്യവുമായത് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം, അത് കരഗതമാവുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്താണ് പ്രയോജനം? ആദരവോടെ.